നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ കോൺഗ്രസിൽ കൂട്ട നടപടി ജില്ലയിലെ 18 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കും പ്രസിഡന്റുമാർക്കുമെതിരെ. വി.കെ. ശ്രീകണ്ഠൻ എംപിയുടെ ശബ്ദരേഖ പുറത്ത്. നടപടിയെടുത്തത് വിവിധ ഫണ്ടുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി ചെന്താമരയെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ സ്ഥാപനത്തിലെത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. തന്റെ വീട് മകൾക്ക് നൽകണമെന്ന് തെളിവെടുപ്പിനിടെ പോലീസിനോട് പ്രതിയുടെ അഭ്യർത്ഥന. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. ജി. പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. കർണാടക സ്വദേശിനിയായ പ്രിയങ്ക 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥ. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കളക്ടർ. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാകണം പെൻഷൻ പരിഷ്കരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ധർണ. പോലീസ് സേനയുടെ അന്തസ്സ് തകർക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗ്യാലറി തകർന്നു വീണ നിരവധി പേർക്ക് പരിക്കുകൾ ഗുരുതരമല്ല. സംഭവം കഴിഞ്ഞ രാത്രി 10:30-ഓടെ. സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് പ്രതീക്ഷിച്ചതിലേറെ പേർ എത്തിയത് ഗ്യാലറി തകരാൻ കാരണമായെന്ന് പ്രാഥമിക നിഗമനം. മാത്തൂരിൽ കളിസ്ഥലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 വർഷം. മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധം ശക്തം. കുടുംബശ്രീ പാലക്കാട് ജില്ലാ കഫേ മേള പട്ടാമ്പിയിൽ. മേള രുചി വൈവിധ്യങ്ങളുടെ ഉത്സവം. 5 ദിവസത്തെ മേളയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും. റെയിൽവേ ജംഗ്ഷൻ നവീകരണത്തോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്ന പ്രതീക്ഷയോടെ ഷൊർണൂർ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നഗരത്തിലേക്കുള്ള പുതിയ റോഡ് തുറക്കുമ്പോൾ പഴയ പാത പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താൻ സ്റ്റേഷൻ സന്ദർശിച്ച സദേൺ റെയിൽവേ ജനറൽ മാനേജറുടെ നിർദ്ദേശം. ജംഗ്ഷൻ നവീകരണം ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായത് റെയിൽവേ സ്റ്റാൻഡിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ. വാഹനം നിർത്തിയിടാൻ ഇടമില്ലാത്ത തൊഴിലാളികൾ നെട്ടോട്ടത്തിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ കോൺഗ്രസിൽ കൂട്ട നടപടി. ജില്ലയിലെ 18 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കെതിരെയും പ്രസിഡന്റുമാർക്കുമെതിരെയുമാണ് നടപടി. ഇത് സംബന്ധിച്ച് DCC അധ്യക്ഷ സ്ഥാനം വഹിച്ച വി.കെ. ശ്രീകണ്ഠൻ എംപിയുടെ ശബ്ദരേഖ പുറത്തുവന്നു. വയനാട് ഫണ്ട് അടയ്ക്കാത്തതിന് 8 മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെയും കമ്മിറ്റികളെയും, തിരുവനന്തപുരത്തെ കെ. കരുണാകരൻ സ്മാരക നിർമ്മാണ ഫണ്ട് അടയ്ക്കാത്ത 10 മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു. പലതവണ അറിയിച്ചിട്ടും നിരുത്തരവാദപരമായി മണ്ഡലം കമ്മിറ്റികൾ പെരുമാറിയതിനാലാണ് നടപടിയെന്ന് DCC പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച വി.കെ. ശ്രീകണ്ഠന്റെ ശബ്ദരേഖയിൽ പറയുന്നു. പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരുടെ അറിവിലേക്ക് വി.കെ. ശ്രീകണ്ഠൻ MP DCC പ്രസിഡന്റ് അറിയിക്കുന്നത്, കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം വയനാട് ഫണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത താഴെ പറയുന്ന മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. 1 തിരുവില്ലാമല, 2 കുഴൂർ മണ്ഡലം, 3 പൊയ്യ മണ്ഡലം, 4 വരവൂർ മണ്ഡലം, 5 താന്യം മണ്ഡലം, 6 അതിരപ്പള്ളി മണ്ഡലം, 7 ചൊവ്വന്നൂർ മണ്ഡലം, 8 ദേശമംഗലം മണ്ഡലം. ഇത്രയും മണ്ഡലം കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. വയനാട് ഫണ്ട് അടയ്ക്കാത്ത തിരുവല്ലോമല, കുഴൂർ, പൊയ്യ, വരവൂർ, താന്യം, അതിരപ്പള്ളി, ചൊവ്വന്നൂർ, ദേശമംഗലം മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയുമാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരത്തെ കെ. കരുണാകരൻ സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് നൽകാത്ത പാഞ്ഞാൾ, വടക്കാഞ്ചേരി, തെക്കുംകര, കോലഴി, അടാട്ട്, ചൊവ്വന്നൂർ, ആർത്താറ്റ്, പുന്നയൂർ, കോടഞ്ചേരി, മറ്റത്തൂർ എന്നീ മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു. ഇത് സംബന്ധിച്ച് ഉത്തരവ് 2 ദിവസത്തിനകം ഇറങ്ങുമെന്നും വി.കെ. ശ്രീകണ്ഠൻ ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. ബുധനാഴ്ച പ്രതി ചെന്താമര കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ അഗ്രോ എക്യൂപ്പ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്തു. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് എലവഞ്ചേരി അഗ്രോ എക്യുപ്പ് എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു.
എന്നാൽ ചെന്താമരയ്ക്ക് കത്തി വിറ്റിട്ടില്ല എന്നായിരുന്നു സ്ഥാപന ഉടമയുടെ പ്രതികരണം. കത്തി വാങ്ങിയതിന് തെളിവുകളുണ്ടെന്ന് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പ്രതികരിച്ചു. ചെന്താമര കാട് വെട്ടാനായി എലവഞ്ചേരിയിലെ മറ്റൊരു കടയിൽ നിന്ന് കത്തി വാങ്ങിയിരുന്നു. ഇവിടെയും തെളിവെടുപ്പ് നടത്തി. എലവഞ്ചേരിയിലെ കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞു. മകളെ ഒരുപാട് ഇഷ്ടമാണെന്നും ചെന്താമര പോലീസിന് മൊഴി നൽകി. തൻ്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമര പറഞ്ഞു. ഏറെ ഇഷ്ടമുള്ള മകൾക്ക് തൻ്റെ വീട് നൽകാൻ നടപടി വേണമെന്ന് ചെന്താമര പോലീസിനോട് ആവർത്തിച്ചാവശ്യപ്പെട്ടു. ഇന്നലെ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. അയൽവാസിയായ പുഷ്പയാണ് തൻ്റെ കുടുംബം തകരാൻ പ്രധാന കാരണമെന്നും പുഷ്പ രക്ഷപ്പെട്ടെന്നും ചെന്താമര വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് തൻ്റെ മകൾക്ക് വീട് നൽകാനുള്ള ആഗ്രഹം ഇന്ന് പോലീസിനോട് ചെന്താമര വെളിപ്പെടുത്തിയത്. ഇന്നലെ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടന്നതെങ്കിൽ ഇന്ന് 30ഓളം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തെളിവെടുപ്പുമായി നാട്ടുകാർ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. ബുധനാഴ്ചയും തെളിവെടുപ്പുമായി നാട്ടുകാർ സഹകരിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. വൈകിട്ട് 3 വരെയാണ് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള സമയപരിധിയുണ്ടായിരുന്നത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണ് നിരവധി പേർക്ക് പരിക്ക്. രാത്രി 10:30യോടെയായിരുന്നു അപകടം. പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് ലഭ്യമായ വിവരം. വല്ലപ്പുഴയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുന്നതിനിടെയാണ് സംഭവം. 1 മാസമായി ടൂർണമെന്റ് നടന്നുവരികയാണ്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി. ഗ്യാലറി പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ കാണികൾ ചാടി രക്ഷപ്പെട്ടതിനാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ലഭ്യമായ വിവരം. പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി. ട്രോമാ കെയർ പ്രവർത്തകരും സ്ഥലത്തെത്തി. ഫൈനൽ ദിവസം പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാണികളെത്തിയിരുന്നു. താങ്ങാവുന്നതിലും കൂടുതൽ ആളുകൾ ഇരുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥയായ ജി പ്രിയങ്ക കർണാടക സ്വദേശിയാണ്. കാർഷിക, വ്യാവസായിക, വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി പ്രിയങ്ക പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ, കോഴിക്കോട് സബ് കളക്ടർ എന്നീ ചുമതലകൾ നേരത്തെ ജി പ്രിയങ്ക വഹിച്ചിട്ടുണ്ട്. 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ് കർണാടക സ്വദേശിനിയായ ജി പ്രിയങ്ക. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ പാലക്കാട് ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി ചുമതലയേറ്റ ശേഷം ജില്ലാ കളക്ടർ പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് പ്രിയാങ്കാണ്. 2017 ബാച്ച് IAS ഓഫീസർ. ഇതിനു മുമ്പ് ഞാൻ കോഴിക്കോടിലെ സബ് കളക്ടറായിരുന്നു. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഡയറക്ടറും പിന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടറുമായിരുന്നു. എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി തന്നെയാണ്. മാലിന്യമുക്ത കേരളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന, പട്ടയം വിതരണം, 1000 റോഡ്സ്, ഇങ്ങനെ ഗവൺമെൻറ്റുള്ള പ്രയോറിറ്റീസ് തന്നെയാണ്. പാലക്കാട് ഒരു കൾച്ചറലി റിച്ച് ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ കാർഷിക മേഖലയിലും ഇൻഡസ്ട്രിയലും പിന്നെ ടൂറിസമിലും നല്ല ചാൻസുള്ള ഒരു ജില്ലയാണ്. സോ എല്ലാവരുടെ ഒരു കോപ്പറേഷൻ ഉണ്ടാവട്ടെ. ഒരു ടീം വർക്കായിട്ട് മുമ്പോട്ട് പോകാം. പാലക്കാടിൻ്റെ ജനങ്ങളുടെ സേവ ചെയ്യാൻ എല്ലാ താല്പര്യവും എനിക്കുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദവും ജി പ്രിയങ്ക നേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടി മുല്ലയ്ക്കൽ ഭരണിവേലയുടെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞു. രാത്രി 1 മണിയോടെയാണ് സംഭവം. വളരെ പെട്ടെന്ന് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തിരിഞ്ഞോടുകയായിരുന്നു. ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി. ഉടൻ തന്നെ എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളെത്തി ആനയെ തളച്ചു. പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇതിനുശേഷം എഴുന്നള്ളിപ്പ് തടസ്സമില്ലാതെ നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിനെ കൊല്ലാൻ ശ്രമിച്ച DYFI SFI ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ചേലക്കര വളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുൻ MLA അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു.
ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് വന്നത്, ആ കൂട്ടത്തിൽ വന്ന അല്ലെങ്കിൽ അതിന് എസ്കോർട്ട് കൊടുത്ത ഏത് പോലീസുകാരനെയാണ് പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തത്? ഏത് പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത്? ആ SP-ക്കും ആ ACP-ക്കും അവിടുത്തെ SHO-നും ഒക്കെ പ്രമോഷൻ കൊടുക്കാൻ പോവുകയാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? BJP-ക്ക് അല്ലെങ്കിൽ സംഘപരിവാറിനെ സഹായം ചെയ്യുന്ന പോലീസിനെ പിണറായി വിജയന്റെ ഗവൺമെന്റ് സംരക്ഷിക്കുകയാണ്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള RSS-നെ എതിർക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ KSUക്കാരെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു SHO-യെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യാൻ. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ്, DCC ജനറൽ സെക്രട്ടറിമാരായ E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PK മുരളീധരൻ, TA രാധാകൃഷ്ണൻ, NS വർഗീസ്, T ഗോപാലകൃഷ്ണൻ, KP ഷാജി, സന്തോഷ് ചെറിയാൻ, ശിവൻ വീട്ടിക്കുന്ന്, KC ശിവദാസൻ, മുഹമ്മദ് ഇക്ബാൽ, PT ജെയ്സൺ, KR ഗിരിജൻ, മുസ്തഫ വരവൂർ, മോഹനൻ പാറത്തൊടി, അഖിലാഷ് പാഞ്ഞാൽ, പ്രസാദ് ആറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാകണം പെൻഷൻ പരിഷ്കരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസ് സേനയുടെ അന്തസ്സ് തകർക്കുന്ന നിലപാടുകളാണ് സമീപകാലത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ മേഖലയെ ആകർഷണീയമാക്കണം. പെൻഷനേഴ്സിന് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ്, പഴയ പോലെയല്ല. ഇപ്പൊ പെൻഷൻ കഴിഞ്ഞിട്ട് സർവീസിനേക്കാൾ വലിയ ജീവിതം ബാക്കിയുള്ള ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? ആയുർദൈർഘ്യം വർദ്ധിച്ചു, ശരിയല്ലേ? മുൻപ് നമ്മുടെ ആളുകളുടെ, മനുഷ്യന്മാരുടെ ഒരു ശരാശരി, മലയാളികളുടെ ഒരു ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ 55-60 വയസ്സാണെങ്കിൽ ഇപ്പോൾ ഒരു ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 80-90 വയസ്സൊക്കെയാണ്, അല്ലേ? ഞാൻ സർക്കാർ കണക്കുകളല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്കാണ് പറയുന്നത്. അതായത് റിട്ടയർമെന്റിന് ശേഷം ഏതാണ്ട് 30-40 വർഷം കൂടെ ജീവിക്കാം. അപ്പോൾ റിട്ടയർമെന്റ് ലൈഫിനെ ആകർഷണീയമാക്കാതെ ആരെങ്കിലും പുതുതായിട്ട് കയറി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തൊക്കെ ഒരു ശാസ്ത്രീയത ഉണ്ടാകണം. എല്ലാ മേഖലയും ഒരേ തുലാസിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വ്യവസ്ഥയിൽ മാറ്റേണ്ടതാണ്. പ്രൊഫഷണലിസം വേണം. DA കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് പ്രയോജനകരമാക്കുക, KP ആക്ട് 104A കൃത്യമായി നടപ്പിലാക്കുക, 4ാം ഗ്രേഡ് ആനുകൂല്യം എല്ലാവർക്കും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPWA പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. സംസ്ഥാന സെക്രട്ടറി VJ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K മണികണ്ഠൻ നായർ, ജില്ലാ സെക്രട്ടറി KV ലാൽ, റിട്ടയർഡ് IPS KM ആന്റണി, K അയ്യപ്പുട്ടി, അഡ്വക്കേറ്റ് ഷാജിമോൻ, T ശാരംഗധരൻ, AK യൂസഫ്, K വിജയൻ, A പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂരിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 വർഷമായി. സ്റ്റേഡിയം പണി നീളുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് 1 കോടി രൂപ ചെലവിൽ മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രധാന പാതയോരത്തെ മലമ്പുഴ കനാൽ പുറമ്പോക്കിൽ നിർമ്മിക്കുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് 5 വർഷമായിട്ടും പണി പാതി വഴിയിൽ നിൽക്കുന്നത്. ഷട്ടിൽ കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട്, വോളിബോൾ കോർട്ട് തുടങ്ങി വിവിധ ഇനം കായിക പരിശീലനത്തിന് ഉതകുന്ന തരത്തിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഷാഫി പറമ്പിൽ MLA ആയിരിക്കുമ്പോഴാണ് സ്റ്റേഡിയത്തിന്റെ പണി ആരംഭിച്ചത്. മാത്തൂരിലെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയവും തണ്ണീരാങ്കാട് GLP സ്കൂൾ കെട്ടിടവും ഒരേ കരാറുകാരനാണ് പണി നടത്തുന്നതെന്നും സ്കൂൾ കെട്ടിടത്തിന്റെ പണി തീരുന്ന മുറയ്ക്ക് സ്റ്റേഡിയത്തിന്റെ പണി പുനരാരംഭിക്കുമെന്ന് മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൗണിലേക്ക് പുതിയ റോഡ് തുറക്കുമ്പോൾ പഴയ പാത പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താൻ നിർദ്ദേശം. ചൊവ്വാഴ്ച വൈകിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച സദേൺ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗാണ് ഈ നിർദ്ദേശം നൽകിയത്. പുതിയ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. പുതിയ കവാടത്തിൽ നിന്നും 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന പടികളുടെ വീതിയും നീളവും ഉൾപ്പെടെ സദേൺ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് പരിശോധിച്ചു. സ്റ്റേഷൻ കവാടത്തിനു മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് വിസ്തൃതി കൂട്ടാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ അവസാനഘട്ട പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനാണ് ജനറൽ മാനേജർ RN സിംഗ് സന്ദർശനം നടത്തിയത്. ഷൊർണൂർ മുതൽ പാലക്കാട് വരെയുള്ള ട്രാക്കിന്റെ വിൻഡോ വിസിറ്റും അദ്ദേഹം നടത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഉടൻ തുറന്നു നൽകാനാണ് റെയിൽവേ തീരുമാനം. റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച അഴുക്കുചാലിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ ചെയർമാൻ റെയിൽവേ ജനറൽ മാനേജർക്ക് നിവേദനം നൽകി. ഉയരം കൂട്ടി അഴുക്കുചാൽ നിർമ്മിച്ചപ്പോൾ നഗരസഭാ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്നും നിവേദനത്തിൽ പറയുന്നു. പുതിയ റെയിൽവേ പാർക്കിംഗ് ഗ്രൗണ്ട് വന്നപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സ്ഥലമില്ലാതായി. ഇതിന് പകരം സംവിധാനം ഒരുക്കണമെന്നും നിവേദനത്തിലൂടെ ചെയർമാൻ MK ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഴയന്നൂർ വടക്കേത്തറയിൽ 2 കടകളിൽ മോഷണം. പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനടുത്തുള്ള അമ്മ ടീ സ്റ്റാൾ എന്ന സ്ഥാപനത്തിലും തൊട്ടടുത്ത കുമാരൻ സ്റ്റോഴ്സിലുമാണ് കവർച്ച. രാവിലെ കടയുടമകൾ കട തുറക്കുവാനായി വന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. അമ്മ ടീ സ്റ്റാളിൽ നിന്നും പണമടങ്ങിയ ഹുണ്ടിക കവർച്ച ചെയ്യപ്പെട്ടു. 2000-ലധികം രൂപ ഹുണ്ടികയിലുണ്ടായിരുന്നതായി ടീ സ്റ്റാൾ ഉടമ സുകുമാരി പറഞ്ഞു. ഞങ്ങൾ കട തുറക്കാൻ തുടങ്ങിയിട്ട് ഭർത്താവ് മരിച്ചിട്ടും 19 കൊല്ലമായി. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കും 2 പേര് സഹായത്തിനുണ്ട്. ഞങ്ങൾ 3 ആൾ കൂടിയാണ് കട നടത്തുന്നത്. രാവിലെ 6 മണി കഴിഞ്ഞിട്ടേ ഞാൻ തുറക്കുള്ളൂ. വൈകിട്ട് 5:30-6 മണിയായാൽ ഞാൻ അടച്ച് പോവുകയും ചെയ്യും. പിന്നെ രാത്രിയിലത്തെ ഒന്നും നമുക്കറിയില്ലല്ലോ, ഈ പകൽ വന്ന് തുറക്കണതല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഒരു ഉണ്ടിയപ്പാനിലാണ് പൈസ ഇട്ട് വെക്കുന്നത്. 2000 ഉറുപ്പിക്ക് മേലെ ഉണ്ടായിരുന്നു. വെറും 10-ന്റെയും 20-ന്റെയും മാത്രമേ ഇട്ട് വെക്കാറുള്ളൂ. 3/4 പാത്രം ആയിണ്ടായിരുന്നു. രാവിലെ കുമാരേട്ടൻ്റെ കടയിൽ കള്ളം വന്നിട്ടുണ്ട്, തുറന്നു നോക്കണു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചെങ്കിൽ എന്തെങ്കിലും നമ്മളോട് പോയിട്ടുണ്ടോന്ന് നോക്കുമ്പോൾ ഉണ്ടിയപ്പാനി കാണാല്ലേ, വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ടീ സ്റ്റാളിന്റെ പിൻവശത്തെ മരവാതിൽ ബന്ധിച്ചിരിക്കുന്ന കയറഴിച്ചാണ് കടയിലെത്തി കള്ളൻ പണം കവർന്നതെന്നും അവർ വ്യക്തമാക്കി. ഈ ടീ സ്റ്റാളിന്റെ സമീപത്തുള്ള കുമാരൻ സ്റ്റോറിൽ നിന്ന് 50,000 രൂപ നഷ്ടപ്പെട്ടതായി കുമാരന്റെ മകൻ KK കൃഷ്ണദാസ് പറഞ്ഞു. ഈ സ്ഥാപനം പൂട്ടിയിട്ടിരുന്ന പലക തകർത്താണ് കള്ളൻ കടയുടെ അകത്തെത്തിയത്. കൃത്യമായിട്ട് സമയം ഓർമ്മയില്ല. ഞങ്ങൾ രാവിലെ കട തുറക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഒരാൾ വിളിച്ചു പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ വന്നു നോക്കുമ്പോൾ ആ സൈഡിലുള്ള പലകയുടെ ഒരു സൈഡ് ഭാഗം മൊത്തം കുത്തിപ്പൊളിച്ചിട്ട പോലെയായിരുന്നു. കുത്തിപ്പൊളിച്ചിട്ടതിന് ശേഷം അതിൽ തൊട്ടിപ്പുറത്തെ പലക ഇളക്കിയിട്ടാണ് ഉള്ളിൽ കടന്നിരിക്കുന്നത്. വയോധികയായ കാലിന് അവശത നേരിടുന്ന അച്ഛൻ കുമാരൻ അമ്മ അമ്മിണിയും ചേർന്നാണ് കട നടത്തി വരുന്നത്. പഴയന്നൂർ പോലീസ് SIയും സംഘവും കടകളിലെത്തി മോഷണത്തിന് തെളിവിനായി പരിശോധന നടത്തി. സമീപത്തുള്ള സ്ഥാപനത്തിലെ CCTVയിൽ നിന്നും 3 ചെറുപ്പക്കാർ രാത്രിയിൽ ഈ സ്ഥാപനങ്ങളുടെ മുന്നിലൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്നെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ വനിതാ ഫുട്ബോൾ പരിശീലകയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വനിതാ ഫുട്ബോൾ ടീം കോച്ച് പിലാപ്പള്ളി പുറ്റണ്ട വീട്ടിൽ ഗോപാലൻ പ്രേമകുമാരി ദമ്പതികളുടെ മകൾ 21 വയസ്സുള്ള ഗോപർണികയാണ് മരിച്ചത്. ബിരുദ പഠനത്തിന് ശേഷം വനിതാ ഫുട്ബോൾ കോച്ചായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സഹോദരങ്ങൾ ഗോപിക, കേശു. കോട്ടായി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പറളി തേനൂർ അയ്യർമലയിൽ ആസിഡ് കഴിച്ച വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറളി അയ്യർ മലമ്പള്ള കണ്ടുമാരി വീട്ടിൽ മാധവന്റെ ഭാര്യ 77 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സ്വാഭാവിക മരണമെന്ന് കരുതി വൃദ്ധയുടെ മൃതദേഹം സംസ്കരിക്കാനൊരുങ്ങുന്നതിനിടെ സംശയത്തിന്റെ പേരിൽ പോലീസ് നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് ആസിഡ് ഉള്ളിൽ ചെന്നാണ് വയോധിക മരിച്ചതെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. സരോജിനിയും ഭർത്താവ് മാധവനും ഇളയ മകൻ ഉണ്ണിദാസൻ പുതിയതായി നിർമ്മിച്ച വീട്ടിലായിരുന്നു താമസം. തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടി ഉണ്ണിദാസന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം തറവാട്ട് വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ ഭർത്താവ് മാധവൻ തറവാട്ട് വീട്ടിൽ എത്തിയപ്പോഴാണ് സരോജിനി മരണപ്പെട്ട നിലയിൽ കണ്ടത്. സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് മങ്കര പോലീസ് എത്തി മരണത്തിൽ സംശയമുള്ളതായി ചിലർ അറിയിച്ചിട്ടുണ്ടെന്നും ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ബുധനാഴ്ച രാവിലെ കിട്ടിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സരോജിനി ആസിഡ് കഴിച്ചാണ് മരിച്ചതെന്ന് തെളിഞ്ഞത്. വൃക്ക സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു സരോജിനി. മക്കൾ ഹരിദാസൻ, കൃഷ്ണദാസൻ, ഉണ്ണിദാസൻ, ജലജ, കൃഷ്ണകുമാരി. മരുമക്കൾ പുരുഷോത്തമൻ, ശിവാനന്ദൻ, സുമ, വിജയകുമാരി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസ് ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ കൺസൾട്ടന്റുമാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുക, ഓട്ടോ കൺസൾട്ടന്റുമാരെ ലൈസൻസ് നൽകി അംഗീകരിക്കുക, RTO ഓഫീസുകൾ ഉച്ചയ്ക്ക് 1:15 ശേഷം അടച്ചിടുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങി
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഗുണകരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന നടപടി ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഉച്ചക്കൃതിക്കുണ്ടാക്കി അവര് ഈ തലതിരിഞ്ഞ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അതിനാണ് വകുപ്പ് മന്ത്രി ഇടപെടണം, കേരള ക്യാബിനറ്റ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പരിഷ്കാരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ കൺസൾട്ടന്റ് യൂണിയൻ CITU ആവശ്യപ്പെടുന്നു. സുന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, TV ഗിരീഷ്, MR ജയശങ്കർ, രാജു, KN കൃഷ്ണകുമാർ, ജോൺസൺ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി സ്റ്റാൻഡിലെ സ്ഥലം റെയിൽവേ പ്രയോജനപ്പെടുത്തിയതോടെ വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലമില്ലാതെ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. റോഡിന്റെ ഒരു വശത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടാണ് ഇപ്പോൾ യാത്രക്കാരെ കയറ്റുന്നത്. നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ 86 ഓട്ടോറിക്ഷകളും 18 ടാക്സികളും ഉൾപ്പെടെ 104 വാഹനങ്ങളാണ് നിർത്തിയിടുന്നത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആരംഭിച്ചപ്പോൾ ഇവർ വർഷങ്ങളായി നിർത്തിയിട്ടിരുന്ന സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ സ്ഥലത്ത് നിന്ന് വാഹനങ്ങൾ മാറ്റാൻ റെയിൽവേ നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് താൽക്കാലികമായി ഓട്ടോറിക്ഷകൾ നിർത്തിയിടുകയായിരുന്നു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ എത്തി സ്ഥലത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ തീരുമാനമുള്ളതായി അറിയിച്ചതോടെ വേറെ സ്ഥലം നോക്കാൻ ഓട്ടോ ടാക്സി തൊഴിലാളികളോട് നിർദ്ദേശം നൽകി. ഒടുവിൽ റോഡിന് ഒരു വശത്ത് വാഹനങ്ങൾ നിർത്തിയാണ് ഇപ്പോൾ യാത്രക്കാരെ കയറ്റുന്നത്. അതായത് ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റെയിൽവേ നവീകരണത്തിൻ്റെ പേരും പറഞ്ഞ് ഏകദേശം 1 വർഷത്തോളമായി ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പെരുവഴിയിലായിട്ട് ചുരുക്കം പറഞ്ഞാൽ 1 വർഷത്തോളമായി. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഷൊർണൂർ ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡ് നിലവിൽ റെയിൽവേ അനുവദിച്ച് തന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ പുറമ്പോക്ക് ഭൂമിയിലാണ് നിൽക്കുന്നത്. അതായത് PWD ലാൻഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതും താൽക്കാലികമാണ്. ഈ ലാൻഡ് PWD ഇവിടെ ഷീ ലോഡ്ജ് കെട്ടാൻ പോകുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഷീ ലോഡ്ജ് അപ്പോൾ MLA അവിടെ നേരിട്ട് വന്നിരുന്നു. MLA പറഞ്ഞിരുന്നു ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല, ഇത് ഞങ്ങളുടെ ലാൻഡാണ്, ഞങ്ങളിവിടെ PWDയുടെ ഫണ്ട് പാസ്സായിട്ട് ഞങ്ങൾ ഷീ ലോഡ്ജ് കെട്ടാൻ പോകുന്നത്, നിങ്ങൾ പുറത്ത് പോകേണ്ടി വരും എന്ന് MLA ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റെയിൽവേയോട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ ഞാൻ ചെയ്യാമെന്ന് MLA പറഞ്ഞാണ് MLA പോയത്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ GM-ഉം DRM-ഉം ഒക്കെ ഒന്ന് പരിശോധന നടത്തി ബസ് സ്റ്റോപ്പിന് നീളം കൂട്ടണം, അത് ചാരി ശരിയാക്കണം, അങ്ങനെയൊക്കെ പറയാമെന്നല്ലാണ്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡിനെ പറ്റി ഒരു ചർച്ചയോ ഒരു പരാമർശമോ ഉണ്ടായില്ല. ഇതിനിടെ പോലീസും RPF-ഉം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അനധികൃത പാർക്കിംഗ് പാടില്ലെന്ന് തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകി. 100-ലധികം തൊഴിലാളികൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഞങ്ങളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവർമാരാണ്. ഞങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. റെയിൽവേൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നിലവിലുള്ള ടാക്സി സ്റ്റാൻഡ് ഒഴിവാക്കി കൊടുക്കുകയും ഇപ്പോൾ ഞങ്ങളിത് റോഡ് ഇടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. വികസന പ്രവൃത്തി കഴിയുന്നുമില്ല, റെയിൽവേ നമുക്ക് സ്ഥലം അനുവദിച്ച് തരുന്നില്ല. അപ്പോൾ ഇതിനൊരു വ്യക്തമായൊരു പരിഹാരം റെയിൽവേ അധികൃതർ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഇവിടെ എത്ര വാഹനങ്ങളുണ്ട്? ഓട്ടോ ടാക്സി അടക്കം ഇവിടെ 86 ഓട്ടോറിക്ഷ, 18 ടാക്സി, 6 മാജിക് ഐറിസ് ഉണ്ട്, വെള്ളിപ്പൂങ്ക എന്ന് പറയുന്ന വാഹനം. ഇതിപ്പോൾ നിങ്ങൾക്ക് പകര സംവിധാനങ്ങളോട് വല്ലതുണ്ടോ? ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ പുറത്തിട്ടാൽ പുറത്തെ പോലീസ് ചാർജ് ചെയ്യും, ലോക്കൽ പോലീസ് ചാർജ് ചെയ്യും. ഇവിടെ ഇടയ്ക്കിടയിൽ കയറ്റി നിർത്താമെന്ന് വെച്ചാൽ ചാർജ് ചെയ്യും. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്കും തൊഴിലാളികൾ നിവേദനം നൽകിയിരുന്നു. സദേൺ റെയിൽവേ മാനേജർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയപ്പോൾ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിവേദനത്തിലൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം റെയിൽവേയെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2025-2026 വാർഷിക പദ്ധതി വികസന സെമിനാർ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR പ്രേമദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമസുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി രമേഷ് കുമാർ, CK വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. മാത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ ഗോപകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി PV അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി ആറാണിയിൽ തീപിടുത്തം. ആറാണി 26 ക്വാറിയിലാണ് തീ പടർന്നത്. കാര്യമായ നാശനഷ്ടമില്ല. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ക്വാറിയിൽ തീപിടുത്തമുണ്ടായത്. പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഷൊർണൂരിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് തീയണച്ചത്. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. തീ ആളിപ്പടർന്ന പ്രദേശത്ത് മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഷൊർണൂർ ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. അതേസമയം വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കരയിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴക്കോട് സ്വദേശി വാഗപ്പാറ വീട്ടിൽ സുധാകരനാണ് മരിച്ചത്. ഇന്ന് രാവിലെ വാടവരമ്പ് പരിസരത്ത് തൃശൂർ ഭാഗത്തേക്കുള്ള പാളത്തിനരികിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഷൊർണൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. സ്നേഹ സംഗമയാത്ര ബുധനാഴ്ച രാവിലെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാവക്കാട് കടപ്പുറം മറൈൻ വേൾഡിലേക്കായിരുന്നു പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ ഉല്ലാസയാത്ര. നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നാണ് സ്നേഹ സംഗമയാത്ര ആരംഭിച്ചത്. ചെയർമാൻ MK ജയപ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തികച്ചും നഗരസഭ ഇത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടുകൂടി മാത്രമാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നഗരസഭയിലെ പ്ലാൻ ഫണ്ടോ മറ്റോ ഉപയോഗിച്ചല്ല, മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നല്ലവരായ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. 22 വീൽചെയർ രോഗികളും 35 കുടുംബങ്ങളും 51 വോളണ്ടിയർമാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് യാത്ര സംഘടിപ്പിച്ചത്. സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാരിസ്, സ്റ്റാഫ് പാലിയേറ്റീവ് നഴ്സുമാരായ ദീപക്, ശ്രീവിദ്യ, സ്റ്റാഫ് നഴ്സ് ഇൻചാർജ് രാജേശ്വരി, പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിസ്റ്റ് നവനീത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രുചിവൈവിധ്യവുമായി കുടുംബശ്രീ ജില്ലാ കഫേ മേളയ്ക്ക് പട്ടാമ്പിയിൽ തുടക്കം. 5 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടാകും. മേള മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. രുചിവൈവിധ്യങ്ങളും മനോഹര വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും കലാപരിപാടികളുമായി പാലക്കാട് ജില്ലാ കുടുംബശ്രീ കഫേ ഭക്ഷ്യമേളയ്ക്ക് പട്ടാമ്പിയിൽ തുടക്കമായി. അഞ്ച് ദിവസങ്ങളിലായി മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപമാണ് മേള. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കഫേ ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഒരു ഉറപ്പ് നമുക്കുണ്ട്, പട്ടാമ്പിക്കാരുടെ ഏറ്റെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമാണ്. കേരളം 1998 സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ വെച്ച ഏറ്റവും മികച്ച പദ്ധതിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്തു പോയ സമയത്ത് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങള് കുറച്ചുപേര് ലണ്ടനിൽ കിങ്സ് യൂണിവേഴ്സിറ്റിയില്, കിങ്സ് കോളേജിൽ ചെന്നു. അവിടെ ഓരോരുത്തരും പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഭക്ഷ്യമേളയോടൊപ്പം വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനമേളയും സജ്ജമാണ്. 22 സ്റ്റാളുകളിലായി 23 യൂണിറ്റുകൾ പങ്കെടുക്കാവുന്ന വിധമുള്ള സജ്ജീകരണങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ലൈവ് ഭക്ഷണങ്ങളും കലാവിരുന്നുകളും 4 ദിവസത്തേക്ക് പട്ടാമ്പിയെ വൈവിധ്യങ്ങളുടെ ഇടമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷ. വിവിധ ദിവസങ്ങളിലായി മ്യൂസിക് ഫിയസ്റ്റ, മ്യൂസിക് ഫ്യൂഷൻ നൈറ്റ്, പാലക്കാട് മെഹഫിൽ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന്, നൃത്താവിഷ്കാരം, മ്യൂസിക് നൈറ്റ് എന്നിവയുമുണ്ടാകും. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഭക്ഷണശാലകൾ, കലാപരിപാടികൾ, ചർച്ചകൾ, സെമിനാറുകൾ, കൈമാറ്റച്ചന്ത എന്നിവ വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി
ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ ടി.പി. ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, കെ. ബേബി ഗിരിജ, ടി. ഉണ്ണികൃഷ്ണൻ, രമണി, കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ കെ. ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പൂരത്തെ വരവേറ്റ് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രം. ആഘോഷത്തിന്റെ ഭാഗമായി കൊടിയേറ്റൽ കർമ്മം നടന്നു. ഫെബ്രുവരി 17-നാണ് പ്രസിദ്ധിയാർജിച്ച കോഴിമാമ്പറമ്പ് പൂരം. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇനിയുള്ള 13 ദിവസവും വിഷ്ണുനാഥ പുലവരുടെ നേതൃത്വത്തിൽ പുലർക്കാലം വരെ കൂത്തും വിവിധ സാംസ്കാരിക പരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടക്കും. കൊടിമര ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ട് ഭജനപ്പാട്ടിന്റെ അകമ്പടിയോടെ മണ്ണഴിമന തറവാട്ടിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തി. രാത്രി 11 മണിയോടെ ക്ഷേത്രാൽത്തറയിൽ പാക്കനാർ കോമരം കെട്ടി ഒരുങ്ങുകയും ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ എത്തി കൊടിക്കൂറ ഉയർത്താൻ കൽപ്പിക്കുകയും ചെയ്തു. കൂറവലിക്കൽ ചടങ്ങിൽ മണ്ണഴി നാരായണൻ നമ്പൂതിരി, ഗോദദത്തൻ നമ്പൂതിരി, ക്ഷേത്രകോമരം, പൂത്തില്ലത്ത് നാരായണൻ, പുതുശ്ശേരി ദേശം പ്രസിഡന്റ് അച്യുതൻകുട്ടി, സെക്രട്ടറി കെ. വിനിൽ, ക്ഷേത്രകോമരം, പള്ളിക്കൽ ഭാഗത്തുനിന്ന് പുഷ്പരാജൻ, കെ. മുരളീധരൻ, കെ. ജയപ്രകാശ്, ശബരി, ഒ.കെ. രാമൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോങ്ങാട് ടിപ്പർ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. ടിപ്പർ അസോസിയേഷൻ രക്ഷാധികാരിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ടി.സി. സുബ്രഹ്മണ്യന്റെ സ്മരണയ്ക്കായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. 2 ആഴ്ച മുൻപ് മരണമടഞ്ഞ ടിപ്പർ അസോസിയേഷൻ രക്ഷാധികാരി ടി.സി. സുബ്രഹ്മണ്യന്റെ സ്മരണാർത്ഥമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. കോങ്ങാട് KPRP ഹൈസ്കൂളിന് സമീപം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് യാത്രക്കാർക്ക് തുറന്നു നൽകി. അതുപോലെ ഇവിടെ പറഞ്ഞ രതീഷ് ജനറൽ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുടെ അനിയനായിരുന്നു. ആകസ്മികമായി സൂസൈഡിയാണ് ചെയ്തത്. ദുഃഖകരമായ സംഭവമാണ്. അതുകൊണ്ടിന് ഇവിടെ ഇപ്പോൾ ടിപ്പർ തൊഴിലാളി യൂണിയൻ്റെ ഞങ്ങളെ രക്ഷാധികാരിയാണ്. ഇതുകൊണ്ട് കുറച്ചുകാലം മുമ്പോട്ട് ചരിത്രം തൊഴിലാളി യൂണിയനിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പഞ്ചായത്ത് അംഗമായി നീണ്ടകാലം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇടക്കാലം ചെറിയ പ്രയാസങ്ങളുണ്ടായെങ്കിലും തുടർന്ന് പാർട്ടിയുടെ അനുഭാവിയായി പാർട്ടിയുടെ പ്രവർത്തകനായി തുടരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. കാര്യങ്ങളിലൊക്കെ മുൻനിന്ന് ഇടപെടാനും മുൻനിന്ന് കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനും. ചടങ്ങിൽ ടിപ്പർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുരേഷ് മുണ്ടൂർ, PV അരവിന്ദാക്ഷൻ, TL സുരേഷ്, AS സ്വരൂപ്, കൃഷ്ണദാസ്, വിനോദ്, ദിലീപ്, PR രാജീവ്, NM സയ്യിദ്, KS പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ന്യൂ സുമ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ 39ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 4 പതിറ്റാണ്ടോളമായി പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഷൊർണൂരിൽ മികവുറ്റ സംഭാവനകൾ നൽകുന്ന സ്ഥാപനമാണ് ന്യൂ സുമ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലാണ് വിദ്യാലയത്തിന്റെ 39ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയം അത് അവരുടെ പ്രവർത്തന രംഗത്തുണ്ടായിട്ടുള്ള മികവിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 39ാമത് സെലിബ്രേഷൻ ഏറ്റവും ആനന്ദകരമായി കൊണ്ടുവരികയാണ്. അടുത്ത വർഷം നടത്തുന്നത് കഴിയുകയാണ് എന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികളെ എത്തിച്ചും നിലവാരം കുട്ടികളെയാണ് അത് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ അഭേദ്യ ഭാഗമാക്കുന്നത് എന്ന പ്രത്യേകത കൂടി. നഗരസഭാ മുൻ കൗൺസിലർ VK ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു. ഹെഡ്മിസ്ട്രസ് രമ പ്രേംനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു.
നഗരസഭാ കൗൺസിലർമാരായ ലേഖ രമേഷ്, കെ പ്രസാദ്, ഷൊർണൂർ മെർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി VS സുധേഷ്, കൗൺസിലർ KM ലത, PTA പ്രസിഡന്റ് ഗോപിക ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സമ്മാനദാനവും നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ കലാസാംസ്കാരിക പരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രശസ്ത നർത്തകി മേതിൽ ദേവിക സംവിധാനം ചെയ്ത ക്രോസ് ഓവർ എന്ന ഹ്രസ്വചിത്രം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പ്രദർശിപ്പിച്ചു. ഫാക്കൽറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് സിനിമാ പ്രദർശനം നടന്നത്. ലോകം അറിയപ്പെടുന്ന കലാമണ്ഡലത്തിൽ തന്റെ നൃത്തം അവതരിപ്പിക്കാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചില്ല എന്നും എന്നാൽ താൻ സംവിധാനം ചെയ്ത സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയേറെ സന്തോഷവും കടപ്പാടുമുണ്ടെന്നും മേതിൽ ദേവിക പറഞ്ഞു. അതാണ് ഇവർക്ക് സൂര്യൻ എന്ന് പറയുന്നതാണ് ഇത് അസ്തമിക്കുന്നതാണ്. ഞാൻ ആദ്യം അവരുടെ ലോൺ ചെയ്തു, പിന്നെ നമ്മുടെ ചെയ്തു, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആക്കി. ഇൻ ദ സെൻസ് ഇങ്ങനെയും ഒരു ഓർക്ക് അവർ കേൾക്കില്ല. സോ ഈ കളിക്കുന്നതിന് ഋതം ഫോളോ ചെയ്യുന്നുണ്ടാവും മനസ്സിൽ. എന്നാലും ചിലർക്ക് പാർഷ്യൽ കേൾക്കണം. സിനിമാ പ്രദർശനത്തിന് ശേഷം നടന്ന സംവാദത്തിലാണ് നർത്തകി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫോട്ടോഗ്രാഫി ഡയറക്ടർ ചന്ദ്രൻ, രാജേഷ് കടമ്പ, ആൽബി, നടരാജ് എന്നിവരാണ് ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ. കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ, കലാമണ്ഡലം രേവതി വർമ്മ, കലാമണ്ഡലം സിന്ധു മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂരിൽ CPIM മധു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM നേതാവ് നാസർ കൊളായി ഉദ്ഘാടനം ചെയ്തു. അന്ന് ആലപ്പുഴയിൽ നിന്ന് ആരിഫ് ജയിച്ചത് 1000 വോട്ടിന്റെ ചുവടെ എല്ലാവരും പറഞ്ഞില്ല, അവസാനിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. 64% ത്രിതല പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി. 91 സീറ്റോടെ ഭരിച്ചിരുന്ന സഖാവ് പിണറായി വിജയൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റോടുകൂടി വീണ്ടും ഭരണത്തിലേക്ക് വന്നു. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു സീറ്റോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു എന്ന് പറയുന്നവരോട് എന്താ ഇടതുപക്ഷത്തിലുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നാട്ടിലെ ഒരു കണക്ക്? അടിയന്തരാവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. CPM ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 65ാമത് മധു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. AM നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് C. അച്യുതൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, PP വിജയൻ, MR ജയശങ്കർ, TV ഗിരീഷ്, AN നീരജ്, PV രതീഷ്, TP രജീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിളത്തൂരിൽ സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും. ആദ്യ പരിപാടിയായി ഫെബ്രുവരി 6-ന് ഏകദിന വോളിബോൾ മത്സരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്ന നിലയിൽ യാസർ അമീൻ മെമ്മോറിയൽ വൺഡേ വോളിബോൾ മത്സരമാണ് ആദ്യപടിയായി നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന 8 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഫെബ്രുവരി 6-ന് വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് വിളത്തൂർ അൽമിയ ഗ്രൗണ്ടിലാണ് മത്സരം. തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശ്രീകുമാർ, MA സമദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന വിളത്തൂർ മുസ്ലിം യൂത്ത് ലീഗ് മേഖലാ സമ്മേളനം സംഘടിപ്പിക്കും. തീയതികൾ പിന്നീട് നിശ്ചയിക്കും. കൂടാതെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരമുയർത്തുന്നതിനുള്ള പഠന ക്ലാസുകൾ, വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലന ക്ലാസുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സൗഹാർദ്ദ സംഗമങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിനുള്ളിൽ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിനൽ 2025 എന്നൊരു ക്യാമ്പയിൻ്റെ ക്യാപ്ഷൻ കൊടുത്തൊരു ക്യാമ്പയിൻ ഒരു വർഷക്കാലമാണ് സംഘടനയുടെ പരിപാടി. അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി, നമ്മളെ യുവാക്കളെ വഴിതെറ്റുന്ന ഒരു സംഗതിയാണല്ലോ ലഹരി. ഇതിപ്പോൾ കുടുംബം ഒന്നടങ്കം കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിപ്പെടുകയാണ്. ഇന്നുപോലും നമ്മൾ വാർത്താ മീഡിയകളിലൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ മിനൽ എന്ന ശീർഷകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യപടിയാണ് അതിൻ്റെ ഒരു വോളിബോൾ മേള. മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ PT സിനാൽ, EM തമീം, T സുഹൈൽ, നാസർ പാറക്കൽ, PT നിസാം എന്നിവർ
വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാറ്റലി റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില കുതിച്ചതോടെ ഒരു പവന് 62,000 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു. ഏറെ വൈകാതെ ഒരു പവൻ സ്വർണത്തിന് വില 1 ലക്ഷം രൂപയാകുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വർണ്ണവില ഇനിയും കുതിക്കുമോ? മാറ്റലിയിലേക്ക്. സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാണുമ്പോൾ. ഇപ്പോഴത്തെ കുറച്ച് ദിവസം കൊണ്ടാണ് 16,000 രൂപ ഉൾപ്പെടെ വർദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത്. തികച്ചും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയാണ്. അവർക്ക് വളരെ ആശങ്കയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ വാർത്തയൊക്കെ തന്നെ കാണാൻ തന്നെ കഴിയുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കുതിക്കൽ 1 ലക്ഷം ഒക്കെ ആവുമോ? 1 ലക്ഷം ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ ഇങ്ങനെ വലിയ രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അധികം ഒഴുകാതെ 1 ലക്ഷത്തേക്ക് എത്തുമ്പോൾ എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ ഉൾപ്പെടെ ആ തരത്തിലേക്കാണ് വരുന്നത്. വലിയ ആശങ്കയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോൺഗ്രസിൽ കൂട്ട നടപടി ജില്ലയിലെ 18 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കും പ്രസിഡന്റുമാർക്കുമെതിരെ. VK ശ്രീകണ്ഠൻ MP ശബ്ദരേഖ പുറത്ത്. നടപടിയെടുത്തത് വിവിധ ഫണ്ടുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി ചെന്താമരയെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ സ്ഥാപനത്തിലെത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. തന്റെ വീട് മകൾക്ക് നൽകണമെന്ന് തെളിവെടുപ്പിനിടെ പോലീസിനോട് പ്രതിയുടെ അഭ്യർത്ഥന. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. കർണാടക സ്വദേശിനിയായ പ്രിയങ്ക 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥ. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കളക്ടർ. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാകണം പെൻഷൻ പരിഷ്കരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ധർണ. പോലീസ് സേനയുടെ അന്തസ്സ് തകർക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗ്യാലറി തകർന്നു വീണ നിരവധി പേർക്ക് പരിക്കുകൾ ഗുരുതരമല്ല. സംഭവം കഴിഞ്ഞ രാത്രി 10:30-ഓടെ. സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് പ്രതീക്ഷിച്ചതിലേറെ പേർ എത്തിയത് ഗ്യാലറി തകരാൻ കാരണമായെന്ന് പ്രാഥമിക നിഗമനം. മാത്തൂരിൽ കളിസ്ഥലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 വർഷം. മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധം ശക്തം. കുടുംബശ്രീ പാലക്കാട് ജില്ലാ കഫേ മേള പട്ടാമ്പിയിൽ. മേള രുചി വൈവിധ്യങ്ങളുടെ ഉത്സവം. 5 ദിവസത്തെ മേളയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും. റെയിൽവേ ജംഗ്ഷൻ നവീകരണത്തോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്ന പ്രതീക്ഷയോടെ ഷൊർണൂർ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നഗരത്തിലേക്കുള്ള പുതിയ റോഡ് തുറക്കുമ്പോൾ പഴയ പാത പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താൻ സ്റ്റേഷൻ സന്ദർശിച്ച സദേൺ റെയിൽവേ ജനറൽ മാനേജറുടെ നിർദ്ദേശം. ജംഗ്ഷൻ നവീകരണം ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായത് റെയിൽവേ സ്റ്റാൻഡിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ. വാഹനം നിർത്തിയിടാൻ ഇടമില്ലാത്ത തൊഴിലാളികൾ നെട്ടോട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.